തെരുവുനായ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തെരുവുനായകൾ എങ്ങനെ ഉണ്ടായി? അവരും ഭൂമിയുടെ അവകാശികളല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായം ആദ്യമേ തന്നെ ഞാൻ ഈ വിഷയത്തിൽ വ്യക്തമാക്കട്ടെ. നായയേക്കാൾ കൂടുതൽ മനുഷ്യരെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. രണ്ടാമതായി, തെരുവുനായ വിഷയത്തിൽ തെരുവിൽ പെരുച്ചാഴികളും എലികളും പാമ്പുകളും ഇല്ല എങ്കിൽ അവിടെ തെരുവുനായയും ആവശ്യമില്ല. കാരണം തെരുവുനായ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിയായാണ് തെരുവുനായയെയും മനുഷ്യൻ കാണേണ്ടത്. മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ടുള്ള പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ മനുഷ്യർ മരിക്കും. അതുപോലെ തന്നെ പെരിച്ചാഴി, പ്ലാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എലിപ്പനി, ഇത് വലിയ ദോഷം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തെരുവിൽ നായ്ക്കൾ വേണം എന്ന് ഞാൻ പറയുന്നത്. ഈ തെരുവിലുള്ള നായ്ക്കളുടെ എണ്ണം നിയന്ത്രിതമായിരിക്കുകയും വേണം, നിയന്ത്രിതാതീതമാകരുത്. വളരെ കുറച്ച് എണ്ണം നായ്ക്കളെ അവിടെ ഉണ്ടാകാൻ പാടൂ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇത് എല്ലാവരും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എല്ലാ ആളുകളും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അല്ലാതെ ഒരു കോടതിക്കോ ഒരു സർക്കാരിനോ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും കൂടി നമ്മുടെ നാടിന്റെ പ്രശ്നത്തിൽ ഇടപെടണം. ആക്രമിക്കുന്ന പട്ടികൾ, അതുപോലെ തന്നെ പേപ്പട്ടികൾ, അവയൊന്നും ഞാൻ പറയുന്ന തെരുവുനായ എന്ന ഗണത്തിൽ വരുന്നതല്ല. അവരെ നമ്മൾ ഏതു വിധേനയും ഒഴിവാക്കുക തന്നെ വേണം. അത് എങ്ങനെ ചെയ്യാം ഇഫക്റ്റീവായി, എങ്ങനെ അത് ഈ പേപ്പട്ടി ശല്യം, അതുപോലെ തന്നെ ആക്രമിക്കുന്ന പട്ടികൾ, ഇവയൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവ തീർച്ചയായും മനുഷ്യർക്ക് ദ്രോഹം തന്നെയാണ് വരുത്തുന്നത്. പക്ഷെ എല്ലാ നായ്ക്കളും അങ്ങനെ അല്ലാത്തത് കൊണ്ടും നായ്ക്കൾ പണ്ടു മുതലേ ഒരു ബുദ്ധിയുള്ള ജീവിയായിട്ട് പരിഗണിക്കപ്പെടുന്നത് കൊണ്ടും നായ്ക്കൾ ജനങ്ങളുടെ സേവകരായി പ്രവർത്തിക്കുന്നത് കൊണ്ടും തെരുവു നായകൾ മുഴുവനായി നശിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി മുഴുവനായിട്ട് നശിപ്പിക്കാം. എന്താണ് ഞാൻ പറയുന്ന കണ്ടീഷൻ? അവിടെ ആ തെരുവിലെ പെരിച്ചാഴികൾ, എലികൾ, പാമ്പുകൾ എന്നിവയൊന്നും ഉണ്ടാകരുത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ തെരുവു നായ്ക്കളാണ് ഈ പെരിച്ചാഴികളും എലികളും പാമ്പുകളും പൊത്തിലൊളിച്ച് ഇരിക്കാനായിട്ട് ഇടവരുത്തുന്നത്. തെരുവു നായകൾ ഉള്ള ഒരു തെരുവിൽ എലികളും പെരിച്ചാഴികളും മാളങ്ങളിൽ ഒളിച്ചു നടക്കും. പക്ഷെ തെരുവു നാഴികൾ മുഴുവനായി അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഇവ തലപൊക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭയം. നിങ്ങൾക്ക് ഈ ഭയമുണ്ടോ? അതായത് ഏത് വീട്ടിലാണ് നമ്മൾ പെരിച്ചാഴിയെയും എലിയെയും വളർത്താത്തത്? അപ്പോൾ ചില ടൗൺഷിപ്പുകളിൽ, ചിലപ്പോൾ ഫ്ലാറ്റുകൾ മാത്രമായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും. അവിടെ തീർച്ചയായും തെരുവു നായയുടെയും ആവശ്യമില്ല. പാമ്പുകളിൽ നിന്നും പെരിച്ചാഴികളിൽ നിന്നും എലികളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തെരുവു നായകൾ നമുക്ക് ആവശ്യം എന്ന് മാത്രമാണ് എൻ്റെ ഇതുവരെയുള്ള ചിന്ത.
എൻ്റെ ഈ ചിന്ത മുഴുവനും മറ്റുള്ളവർക്ക് ശരിയായി കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ ചിന്തയുമാണ് പങ്കുവയ്ക്കുന്നത്. ഈ ചിന്ത പങ്കുവയ്ക്കാൻ പോലും കാരണം എൻ്റെ സുഹൃത്തുക്കൾ തെരുവുനായയോട് എൻ്റെ സമീപനം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അവരതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ഇടുന്നത്. അല്ലാതെ ഈ വീഡിയോ ഇട്ട് അത് സമരം ചെയ്യുകയോ കേസിന് പോവുകയോ തെരുവ് നായകൾക്ക് വേണ്ടി വാദിക്കാനായി സംഘടിതമായി ശ്രമിക്കുകയോ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ആ സമയം ഞാൻ കൂടുതൽ മനുഷ്യരെ സേവിക്കാനായി ഉപയോഗിക്കും. അതുകൊണ്ട് ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിനോട് പ്രതികരിക്കണം. കമൻറ്റ് അതെന്താണ് എന്നുള്ളത് ഇടണം. ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് എതിരഭിപ്രായം ഉണ്ടായേക്കാം. ആ എതിരഭിപ്രായം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. താങ്ക് യു.